നമുക്കൊപ്പമുണ്ട്. നമുക്ക് പ്രിയങ്ക ഗാന്ധിയെ ബലം പ്രയോഗിച്ച് ബസ്സിനുള്ളിലേക്ക് തള്ളിക്കെത്തുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. നിലത്തുനിന്ന് വാരി വലിച്ചു കൊണ്ടുപോകുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ്. തീർച്ചയായും ഇതാണ് കാഴ്ച എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ നോക്കൂ. രാഹുൽ ഗാന്ധി നിലത്ത് വീണു. അവിടെ നിന്ന് രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നിന്ന് നമ്മൾ കാണുന്നത്. പ്രിയങ്ക ഗാന്ധിയെ ബലം പ്രയോഗിച്ച് ബസ്സിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധി പോലീസിന്റെ പിടിവലിക്കിടയിൽ നിലത്തേക്ക് വീഴുന്നു. അവിടെ നിന്ന് രാഹുൽ ഗാന്ധിയെ ബലമായി പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ദില്ലി പോലീസ്. രാഹുൽ ഗാന്ധി എന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിനെയാണ് റോഡിലൂടെ വലിച്ചിഴച്ച് ഡൽഹി പോലീസ് കൊണ്ടുപോകുന്നത്. ആ നിലയിലേക്ക് ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നു. അപ്പോൾ പോലീസിന് ആ നിലയിൽ രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് കൊണ്ടുപോകാനുള്ള ധൈര്യം നൽകുന്ന ഒരു ഭരണ സംവിധാനം എന്ന് നമുക്ക് ഈ കാഴ്ചകളെ വിലയിരുത്താം. അപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ ഇതുപോലെ റോഡിലൂടെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു. പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കളെ ബലം പ്രയോഗിച്ച് ഡൽഹി പോലീസ് ബസ്സിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നു. കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ പിടിവലിയിൽ നിലത്ത് വീഴുന്നു. അപ്പോൾ ഇതാണ് കാഴ്ച. ഇതാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നിന്നുള്ള കാഴ്ച. എത്രത്തോളം ഗുരുതരമാണ് ദില്ലിയിലെ രാഷ്ട്രീയ സാഹചര്യം എന്നത് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു സർക്കാരിനോളം തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പക്ഷം തന്നെയാണ് ഭരണപക്ഷം. എന്നതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും ജനാധിപത്യ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് പ്രതിപക്ഷം മാർച്ചുമായി എത്തിയത്. അവിടെ പ്രതിഷേധ ധർണ നടത്തുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെയുള്ള നേതാക്കളെ ബലം പ്രയോഗിച്ച് ദില്ലി പോലീസ് മാറ്റുകയാണ്. രാഹുൽ ഗാന്ധിയെ നോക്കൂ, വലിച്ചിഴച്ചാണ്. ആ പിടിവലിയിൽ രാഹുൽ ഗാന്ധി നിലത്ത് വീഴുകയാണ്. അഖിലേഷ് യാദവിനെ നമുക്ക് കാണാം. നിലത്ത് വീഴുന്ന രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചത്. നിലത്ത് കിടന്ന് രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ദില്ലി പോലീസ്. നോക്കൂ, പ്രിയങ്ക ഗാന്ധിയുടെ കഴുത്തിൽ വട്ടമിട്ട് പിടിച്ചുകൊണ്ടാണ് പോലീസ് ബസ്സിലേക്ക് വലിച്ചു കയറ്റുന്നത്. അപ്പോൾ ഈ നിലയിലാണ് പ്രതിപക്ഷത്തെ ഡൽഹി പോലീസ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ദില്ലി പോലീസ് കൈകാര്യം ചെയ്യുന്നത്. അതാണ് ദില്ലിയിൽ നിന്ന് ഇപ്പോൾ കാണുന്ന കാഴ്ച. എത്രത്തോളം ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യമാണ് എന്നത് നമുക്ക് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന സ്ഥിതി. ഏതായാലും കോൺഗ്രസിന്റെ ഈ സമരം എന്നത് ഒരു വലിയ മിന്നൽ സമര നീക്കമായിരുന്നു ഇന്ന് നടത്തിയത്. ആ സമരത്തെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള തീരുമാനം ഇപ്പോൾ ദില്ലി പോലീസ് എടുത്തിരിക്കുന്നു. അത് കായികമായി തന്നെ ബലം പ്രയോഗിച്ച് തന്നെ അവിടെ നിന്ന് നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ബലം പ്രയോഗിച്ച് ദില്ലി പോലീസ് സമരം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയെയും പ്രിയങ്ക ഗാന്ധിയെയും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെയും അവിടെ നിന്ന് മാറ്റുകയാണ്. നോക്കൂ, പ്രിയങ്ക ഗാന്ധിയെ ബലം പ്രയോഗിച്ച് തള്ളിക്കയറ്റുകയാണ് ആ ബസ്സിലേക്ക്. രാഹുൽ ഗാന്ധി അവിടെ ഇപ്പോഴും നിലത്ത് കിടക്കുന്നു. രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇതാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സമര രംഗത്തേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ ഒരു മാസമായി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരങ്ങൾ നടക്കുകയാണ്. CJPയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ആരും തിരിഞ്ഞു നോക്കിയില്ല. പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ട് ആ ദിവസം CJP പ്രതിഷേധം പാർലമെന്റ് കവാടത്തിലേക്ക് നടത്തിയതോടുകൂടിയാണ് ഈ പ്രതിഷേധത്തിന് നേരെ പോലീസ് ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചു തുടങ്ങിയത്. കോൺഗ്രസിന് പാർലമെന്റ് കവാടത്തിൽ നിന്ന് നേരിട്ട് ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് വന്ന പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയതോടുകൂടിയാണ് സമരത്തിന് മുന്നിലേക്ക് ദില്ലി പോലീസ് ഉരുക്കുമുഷ്ടിയുമായി എത്തിയത്. ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ആ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പിയാസുരിൽ മുഴുവനായും വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിട്ട് പോലുമില്ല. വാഹനം ഓടിച്ചു പോയിരിക്കുന്നു. അത് തന്നെയാണ് മാധു. ഇവരെ പിടിച്ചു വലിച്ച് നോക്കൂ, ഈ വാഹനത്തിന്റെ സ്റ്റെപ്പിലേക്ക് വലിച്ചിട്ട ശേഷം വാഹനം വേഗത്തിൽ ഓടിച്ചു കൊണ്ടുപോവുകയാണ്. ഈ നിലയിലാണ് നേതാക്കളെ അവിടെ നിന്ന് നീക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇതുപോലൊരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ 10-25 വർഷം ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന 25 വർഷത്തിനിടയിൽ ഇതുപോലെ രാഷ്ട്രീയ നേതാക്കളെ, അതും ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഇതുപോലെ ദില്ലി പോലീസ് കൈകാര്യം ചെയ്തൊരു കാലം
കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡൽഹി പോലീസിന് ആ നിലയിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യം ലഭിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾ, വാജ്പേയിയുടെ കാലത്തൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് UN-ൽ സംസാരിച്ച കാര്യമൊക്കെ തന്നെ നമുക്കറിയാം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശത്തേക്ക് പോകുന്നത് പ്രതിപക്ഷ നേതാവാണ് ആ കാലത്ത്. അപ്പോൾ ആ നിലയിൽ പ്രതിപക്ഷ നേതാക്കളെ പരിഗണിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു സമരത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആ പ്രതിപക്ഷ നേതാവിനെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ് റോഡിലൂടെ. മുതിർന്ന അംഗങ്ങളാണ്, പ്രായത്തിൽ ഏറ്റവും മുതിർന്ന അംഗങ്ങളാണ് പലരും. മല്ലികാർജുൻ ഖാർഗെയുടെ പ്രായം നമുക്കറിയാം, അതുപോലെ തന്നെ പല നേതാക്കളുടെയും പ്രായം നമുക്കറിയാം. പല ആരോഗ്യ പ്രശ്നങ്ങളുമുള്ളവരാണ് ഈ നേതാക്കൾ. ആ ആരോഗ്യ പ്രശ്നങ്ങളുള്ള നേതാക്കൾ ഒരു സമരമുഖത്ത് നിൽക്കുമ്പോൾ ആ നേതാക്കളെ ഇതുപോലെ കൈകാര്യം ചെയ്ത് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ് ദില്ലി പോലീസ്. ഇതെന്തൊരു നീതി എന്ന് ജനാധിപത്യ ചരിത്രത്തിൽ ചോദ്യങ്ങൾ ഉയരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ നിലയിലാണ് ദില്ലി പോലീസ് ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് മല്ലികാർജുൻ ഖാർഗെയുടെ പിറന്നാളാഘോഷത്തിന് ശേഷമാണ് കോൺഗ്രസ് ഇതുപോലൊരു സമര നീക്കത്തിലേക്ക് പോയത്. ദില്ലിയിൽ ഇന്നലെ വിദ്യാർത്ഥികളുടെ സമരമായിരുന്നു. ആ വിദ്യാർത്ഥികളുടെ സമരത്തെ പോലീസ് അതിക്രൂരമായി തന്നെയാണ് നേരിട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. വലിയ സമരക്കാഴ്ചയായിരുന്നു ഇന്നലെ കണ്ടത്. അന്ന് പാർലമെന്റിന് ചുറ്റും വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയ ആ സമരം, അതിന് പിന്നാലെ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചത്. അത് ലോക്സഭയിലാണെങ്കിൽ രാഹുൽ ഗാന്ധിയും രാജ്യസഭയിലാണെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയും ഈ വിഷയം ഉന്നയിക്കാനായി എഴുന്നേറ്റപ്പോൾ തന്നെ സഭാ നടപടികൾ നിർത്തിവെക്കുന്ന കാഴ്ചയായിരുന്നു. ഇതേ തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചുമായി പോകാൻ തീരുമാനിച്ചത്.